ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മുടെ തമ്മനയിൽ കണ്ട പോലെ തന്നെ ഹൗ ടു ട്രേഡ് വിത്ത് കോൺഫിഡൻറ്റ്. നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തെങ്കിലേ നമ്മൾ വയ്ക്കുന്ന പ്ലാനും സ്ട്രാറ്റജിയും നമുക്ക് സക്സസ്ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡെവലപ്പ് എ പ്ലാൻ. നമ്മൾ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ റെസിസ്റ്റൻറ്റും സപ്പോർട്ട് ലൈനും വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. അതായത് നിങ്ങൾക്കറിയാം, ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ CPR ആണ്. ആ CPRും കഴിഞ്ഞ ദിവസങ്ങൾക്ക് എനിക്ക് കിട്ടിയ റെസിസ്റ്റൻറ്റും സപ്പോർട്ട് ലൈനും വെച്ചിട്ട് ഞാൻ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ മാർക്കറ്റ് തുടങ്ങിയാൽ ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം മാർക്കറ്റിൻ്റെ ഏകദേശം ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഒരു പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യും. ഈ പൊസിഷൻ വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്ന് ഞാൻ ആദ്യം സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ ട്രേഡും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാൻ പ്ലാൻ ചെയ്തത്, ആദ്യം ഒരു പ്ലാൻ ഞാൻ ഡെവലപ്പ് ചെയ്യും. ഞാൻ ആ പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സെറ്റ് എ ക്ലിയർ ഗോൾ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡെവലപ്പ് എ ക്ലിയർ പ്ലാൻ എന്നതുപോലെ തന്നെയാണ് സെറ്റ് എ ക്ലിയർ ഗോൾ. നമ്മൾ സെറ്റ് ചെയ്ത പ്ലാൻ അതിനെ വെച്ചിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടിട്ട് അതിനെ ഒരു വർഷം ഇത്ര % റിട്ടേൺ എന്ന് വെച്ചൊന്ന് കണക്കൂട്ടി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര %. ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാപിറ്റലാണെങ്കിൽ അതിൻ്റെ 5% പെർ മന്ത്. നിങ്ങൾക്കറിയാം, ഏതൊരു ബാങ്കും പെർ ആനം അവർ കൊടുക്കുന്ന FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 8%, 10% ആയിരിക്കും. നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു മാസം നമുക്കൊരു 5% വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും 10 മാസം ആകുമ്പോൾ 50% നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. നിങ്ങളൊരു മാസം 5% ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, 1 ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം വരുന്നത് 5% നിങ്ങളാണെന്നുണ്ടെങ്കിൽ 5000 രൂപ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നുള്ളൂ ഒരു മാസം. 5000 രൂപ നിങ്ങൾക്ക് ഒരു മാസത്തിലാണെങ്കിലോ ഒന്ന് കണക്കൂട്ടി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട പ്രോഫിറ്റിൻ്റെ അളവ് വളരെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഒരു ഗോളോ ഒന്നുമില്ല, കിട്ടാവുന്നില്ല അത്രയും പ്രോഫിറ്റ് എടുക്കാം. അതിനുവേണ്ടി എത്രയേ ലോസ് ഞാൻ സഹിച്ചോളാം. അതായത് നമ്മൾ ഒരിക്കലും എടുക്കുന്ന പൊസിഷൻ നേരെ തിരിച്ച് വന്നാൽ അതിന് ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ, അതിനൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് നിശ്ചയിക്കാതെ ഇത്രയും നേരം വേണമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നാൽ പ്രോഫിറ്റ് വന്നാലോ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. അതല്ല വേണ്ടത്. നമ്മൾ അവിടെ ഒരു ഗോൾ, അതായത് എനിക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന ലോട്ടിൻ്റെ ഒരു 5-10 പോയിന്റ് നിങ്ങൾ പ്രോഫിറ്റ് വയ്ക്കുക. ലോസ് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ വച്ചിട്ട് നിങ്ങൾ ഒരു 1:5 എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു 1:3 എന്ന രീതിയിലോ നിങ്ങളുടെ ഗോളൊന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം 50% മേളിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കിട്ടാനും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്ത സ്റ്റെപ്പ്, സ്റ്റേ ഇൻഫോംഡ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന എല്ലാ ന്യൂസുകളും മാക്സിമം അറിയാൻ ശ്രമിക്കുക. വെറുതെ അലസമായിട്ട് ഒരു ക്യാഷിനാകാനുള്ള ടൂളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ കാണാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന എല്ലാ ന്യൂസുകളും നിങ്ങൾ മാക്സിമം അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, ഈ ഇൻട്രാഡേ ചെയ്യുന്നവർ, ഈ ക്യാൻഡിൽസ്റ്റിക്സ് പാറ്റേൺ നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് എന്തിനാണ് ന്യൂസ്? നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കാര്യമായിട്ട് പ്രൊഫഷണലായിട്ട് അതിൻ്റെ മാന്യതയോട് കൂടി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിനെ അലസമായിട്ട് കാണില്ല. നിങ്ങൾ മാക്സിമം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കുന്ന എല്ലാ ന്യൂസുകളും അറിയാൻ ശ്രമിക്കും. ഇങ്ങനെയെല്ലാം ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിൽ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യാനും ആ പ്ലാനെ വെച്ചിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ.
നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് വിത്ത് ഡെമോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന അത്രത്തോളം ന്യൂസുകൾ കളക്ട് ചെയ്യുക. ഇതെല്ലാം വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ഈ സ്ട്രാറ്റജി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു ഡെമോ സെറ്റ് ചെയ്ത് ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളിതെല്ലാം ഒരു പ്രാക്ടീസ് സെക്ഷനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ ചെയ്ത സ്ട്രാറ്റജി എത്രത്തോളം പോസിബിൾ ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആ സ്ട്രാറ്റജി വെച്ചിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ സെറ്റ് ചെയ്ത പ്ലാനോ ഗോളോ ഇതൊന്നും മാറരുത്. മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ താളം തെറ്റും. നിങ്ങളുടെ പ്ലാനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതും നിങ്ങൾ ഇമോഷണൽ ഇല്ലാതെ നിങ്ങൾ ഓരോ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണതും നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇതെല്ലാം ചെയ്യണതും ഇതെല്ലാം നിങ്ങളുടെ ഡിസിപ്ലിനിൽ വരുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പ് കൂടാതെ നിങ്ങളുടെ ഡിസിപ്ലിൻ കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് വയ്ക്കുക. അതായത് ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോ വലിയ റെഡ് ക്യാൻഡിലോ കണ്ടാൽ നിങ്ങളുടെ പ്ലാനോ നിങ്ങളുടെ ഗോളോ മാറരുത്. ഒരിക്കലും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലോ ഒരു റെഡ് ക്യാൻഡിലോ ആവരുത് നമ്മളുടെ ഡിസിഷൻ. അവിടെയാണ് നമ്മൾ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യേണ്ടത്. വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴോ എന്ന് ഞാൻ ട്രേഡ് ചെയ്തേക്കാം, അയ്യോ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ മിസ് ചെയ്യുന്നത് എന്നുള്ള വിചാരങ്ങളെല്ലാം മാറ്റിവെക്കുക. ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഇനിയും മാർക്കറ്റിൽ വരും. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷേ ഇന്ന് നിങ്ങൾക്കൊരു ലോസ് വന്നാലോ? ഓപ്പർച്യൂണിറ്റി നമുക്ക് നാളെയും കിട്ടും, അല്ലെങ്കിൽ നാളത്തെ കഴിഞ്ഞും കിട്ടും. ഇന്ന് നമുക്കൊരു ലോസ് വന്നാലോ? അപ്പോൾ നമ്മുടെ പ്ലാനിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ വലിയ വലിയ ക്യാൻഡിലുകൾ കണ്ടാലോ വലിയ വലിയ ട്രെൻഡ് കണ്ടാലോ നമ്മുടെ പ്ലാനിന് എതിരായിട്ടോ നമ്മുടെ ഗോളിന് എതിരായിട്ടോ ഡിസിഷൻ എടുക്കാതിരിക്കുക. അവിടെയാണ് നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ കാര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകില്ല. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുക, നിങ്ങൾ അത് നല്ല ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പൂർണ്ണമായിട്ടും ബിസിനസ് എന്ന രീതിയിൽ കണക്കാക്കുക. ഒരു വർഷം ഇത്ര % പ്രോഫിറ്റ്, ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് ഒരു വർഷം ഇത്ര ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര % ഉണ്ടാവും. അവർ 1 ലക്ഷം രൂപ കൊണ്ട് വന്നിട്ട് 2 ലക്ഷം രൂപ തിരിച്ചു കൊണ്ടുപോകുന്നതല്ല അവരുടെ ടാർഗറ്റ്. 1 ലക്ഷം രൂപയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ഒരു 25% 30% ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് പോലെ അപ്രോച്ച് ചെയ്യുക. ബിസിനസ് പോലെയല്ല, ഇത് ബിസിനസ് ആണ്. നിങ്ങൾ ഇതിനെ ആ ബിസിനസ് എന്ന ഒരു സിനാരിയോയിൽ കണക്കൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യൂ. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും ഇത് നിങ്ങൾക്ക് നാളെ നല്ലൊരു പ്രൊഫഷനായിട്ട് മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.